ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു തേർഡ് പാർട്ടി റീഡിംഗ് എടുക്കാമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിംഗുമായിട്ട് മുന്നോട്ടേക്ക് കാണുക. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്? അവരുടെ ഒരു എനർജി ലെവൽ എന്താണ്? അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം ഈ ഒരു സമയത്ത് എന്താണ്? ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന സിറ്റുവേഷൻസ്, എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായി നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഒരു 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് പറയുക. അതുപോലെ അവരുടെ മുഖം മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു കറന്റ് സിറ്റുവേഷൻ കാര്യങ്ങൾ അതെല്ലാം എന്താണ് എന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ ആദ്യമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സൺ വളരെ സക്സസ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്നേഹം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് രണ്ടുപേരും അത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിറങ്ങി മുന്നോട്ടേക്ക് വന്ന വ്യക്തികൾ തന്നെയാണ്. അത്രയും സക്സസ് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അല്ല, നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഇവർ അവിടെ സക്സസ് ആകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണ് യാതൊരു വാല്യൂ ഇവരുടെ ലൈഫിൽ ഇല്ല എന്നൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവർ ആ ഒരു ബന്ധത്തിലേക്ക് കയറി ചെന്നപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് അത്രത്തോളം ഒരു സക്സസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധം അവരവിടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത് പോലും. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി അത് ആര് തന്നെയാണെങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി ലെവലിൽ ഇവർക്ക് ഒരുപാട് രീതിയിലുള്ള എന്താ പറയാ ക്യാരക്ടറുകൾ എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആണ്. ഈ ഒരു സമയത്ത് ഇവരോട് ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം മാറുകയാണ്. അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ സ്വഭാവം മാറുന്ന രീതി. ഒരു ഓന്തിന്റെ സ്വഭാവം പോലെ അവരുടെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നടുവിൽ വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നേടിയെടുക്കണം എന്ന ചിന്താഗതിയുള്ള ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ അവരുടെ റിലേഷൻഷിപ്പിന്റെ നടുവിൽ ഇപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളിൽ വന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്കിവിടെ ആദ്യമേ തന്നെ സൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഭയങ്കര ഹാപ്പി ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികളാണ് ഇവര് എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇവർ മുന്നോട്ടേക്ക് പോയത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് പോലും ഇവർ അത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടാ പോയത്. നിങ്ങളെക്കാൾ വലുതാണ് ഇവർ, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കാൻ സാധിക്കും, എല്ലാ രീതിക്കും കെയർ ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കാം പോയിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവ് ആ ഒരു രീതിക്ക് പോലും പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള സ്നേഹത്തെക്കാൾ ഉപരി അവർക്ക് മറ്റു പല ആദായങ്ങളും അല്ലെങ്കിൽ ഗുണങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ സ്വാർത്ഥമായ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സമ്പൽ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ അതെല്ലാം ഇവർക്ക് വേണം, ആഗ്രഹിക്കുന്നതെല്ലാം നേടണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്.
വിജയിച്ചേ മടങ്ങുള്ളൂ എന്നൊരു രീതി. കാരണം അത്രത്തോളം ഒരു ക്രൂഷ്യൽ മൈൻഡ് അല്ലെങ്കിൽ അത്ര ഒരു ക്രൂവൽ മൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഒരു കാര്യത്തില് ഇവർക്ക് ഒന്നിലധികം സ്വഭാവങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇവർക്കൊരു സ്നേഹത്തിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പേഴ്സൺ മേടിച്ചെടുക്കുന്നുണ്ട്. അതിപ്പോ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റെന്ത് രീതിയിലാണെങ്കിൽ പോലും സ്വന്തം സ്വാർത്ഥത അനുസരിച്ച് പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇവര്. എല്ലാ രീതിക്കും ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സക്സസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഇവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഇപ്പൊ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ ഒരു നിലനിൽപ്പില്ലാത്തൊരവസ്ഥ, ഒരു നിലപാടില്ലാത്ത തീരുമാനങ്ങൾ എടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു നിലനിൽപ്പില്ലാതെ പോയിരിക്കുന്നു. കാരണം ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ കാണുന്നത് ഇവർക്കിടയിൽ മറ്റ് തേർഡ് പാർട്ടികൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പിൽ മറ്റ് വ്യക്തികളുടെ സ്വാധീനവും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ആരാണെങ്കിൽ പോലും അവരൊരു അത്ര നല്ല രീതിക്കുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്കവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തിയെ തട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവരുടെ ലക്ഷ്യം. ഇവരുടേതായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണെ അവിടേക്ക് കൊണ്ടുപോയി. പക്ഷെ അവരുടേതായ ആനുകൂല്യങ്ങൾ കഴിയുമ്പോൾ അവർക്ക് വലിയ വിലയില്ലാതെ അവിടെ ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം വേറെ മറ്റു പല വ്യക്തികൾ, ഒരുപക്ഷെ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു കുടുംബമുള്ള വ്യക്തികളും ആവാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി അവരൊരു മാരീഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ പേഴ്സണേക്കാളും ഒരു പക്ഷേ കുറച്ച് പ്രായം കൂടുതലുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളത്. ആ ഒരു എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചൊരു അധികാര പടവിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. ആ ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമായിരുന്നു ഇവരുടേത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മറ്റു ചില വ്യക്തികൾ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊരു ഫ്രണ്ട്സ്, നമുക്കിവിടെ വന്നിരിക്കുന്നതിൽ തന്നെ ഒരു ഒരു കൂട്ടുകാര് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രത്തോളം അടിച്ചു പൊളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു അടിച്ചുപൊളി മൈൻഡുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ലോകം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടേതായ ലോകത്ത് മറ്റാരും വരരുത്, ആ ഒരു രീതിയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ മുന്നോട്ടേക്ക് പോയപ്പോൾ ഇതിൽ പതുക്കെ പതുക്കെ ഓരോരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാനായിട്ട് തുടങ്ങിയത് നിങ്ങളുടെ പേഴ്സൺ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹമല്ല തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ താൻ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കല്ല എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു വ്യക്തിയുമായിട്ട് നിരന്തരമായിട്ടുള്ള വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എടുത്ത് ചാടിയത് അല്ലെങ്കിൽ എത്തിപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവർക്ക് ഇതിൽ വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഇവരവിടെ ചതിക്കപ്പെടുകയാണെന്നൊരു തോന്നല് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ അവിടെ ഒരു പൂർണ്ണതയല്ലാത്ത നിലനിൽപ്പിലാണ്, അല്ലെങ്കിൽ അത്രത്തോളം മനസ്സറിഞ്ഞിട്ടല്ല ഈ ഒരു പേഴ്സൺ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അവിടെ നിന്നും എത്രയും വേഗം ഒന്ന് കടന്നു പോരണമെന്ന് നിങ്ങളുടെ പേഴ്സണ് വളരെയധികം നല്ല രീതിക്ക് സമാധാനക്കേട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ മനസ്സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാ രീതിക്കും ഒരു ഘടനയിൽ മാത്രം ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കുറച്ചധികം സ്വാർത്ഥത മനോഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എടുത്തു ചാടപ്പെട്ടതും. പക്ഷെ ഇപ്പൊ ഇവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇവർക്കൊരു ജഗ്ലിംഗ് സ്റ്റേജ് ആണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരും ഇപ്പൊ ഒരു നിങ്ങളുടെ അടുത്ത് നിന്ന് അതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവർ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മോശമായ അനുഭവങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ചീറ്റിംഗ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അതോടുകൂടി തന്നെ അവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാനുള്ള ഒരു കാൽവെപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെ മറ്റ് പല വ്യക്തികളും ഉള്ളതായിട്ട് ഈ ഒരു പേഴ്സണ് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഫാമിലി കാര്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇതായിരിക്കാം. അത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്ര ജെന്യുവിൻ ആയിട്ടുള്ള ഒരു രീതിയായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അവരിപ്പോ അവിടെ നിൽക്കുന്ന എനർജി എന്ന് പറയുന്ന ഒരു മൂൺ എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് ആകെപ്പാടെ ഒരു ഭയം, അല്ലെങ്കിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകള്, ചിന്തകള്, ആകുലതകള്, അങ്ങനെ അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരുടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഭയം, മറു സൈഡിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. അവരിപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ നിൽക്കുകയാണ്.
അതായത് പോയിരുന്ന സ്ഥലത്ത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ലായിരുന്നല്ലോ നിറച്ചു വെച്ചിരുന്നത്. എല്ലാം ഒഴിഞ്ഞ രീതി ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഒഴിഞ്ഞ കപ്പായിരുന്നല്ലോ അവിടെ എല്ലാം നിരത്തി വെച്ചിരുന്നത്. യഥാർത്ഥ സ്നേഹത്തിനെ നഷ്ടപ്പെടുത്തിയാണല്ലോ താൻ ഇവിടെ എത്തിയത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ മാനസികപരമായിട്ട് മനസ്സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് അവർക്കൊരു ആകെപ്പാടെ ഒരു ആകുലത അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ട്രെസ്, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോകുന്നത്. അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ ആ ഒരു നല്ല മൊമെന്റ്സ്, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ അലയടിച്ചിരിക്കുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ദയാനകമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ ഇവരത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് മാക്സിമം ഹൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. കാരണം ഓൾറെഡി നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോഴുള്ള നിങ്ങളുടെ ഒരു രീതി എന്തായിരിക്കും? കാരണം ഇവർ ഇത്തിരി ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സണും കൂടിയാണ്. ഒരിക്കലും ആരുടെ മുമ്പിലും തല കുനിച്ചൊന്നും താഴ്ത്തി തരാനായിട്ട് ഇവർ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ ഇവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ പോലും ഇവർക്ക് ആ ഒരു ചിന്തകൾ കൂടെ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണം എന്ന് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് തന്നെ വരണം. രക്ഷപ്പെടുക എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് നിങ്ങളിലേക്ക് തന്നെ വരണം. കാരണം നിങ്ങളിലേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കെയറിങ്ങും സപ്പോർട്ടും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് പകുത്ത് നൽകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു തിക്താനുഭവങ്ങൾ തന്നെയാണ് ഇവരെ ഇത്രത്തോളം ഇവരുടെ ഒരു മൈൻഡിനെ, ചിന്താഗതികളെ എല്ലാം മാറ്റിക്കുറിച്ചിരിക്കുന്നത്. എത്രത്തോളം സന്തോഷം ലഭിക്കുമെന്ന് കരുതിയിട്ടാണോ ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ അടുത്തേക്ക് പോയത്? ആദ്യകാലങ്ങളിൽ ആ ഒരു സന്തോഷം ഇവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവർ സത്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തേർഡ് സിറ്റുവേഷനിൽ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവർ അത്രത്തോളം ഒരു സ്നേഹം കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മയക്കി വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അവരുടേതായ ഒരു രീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇവരാണെങ്കിൽ ആ ഒരു സമയത്ത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പം എന്നുള്ള രീതിക്ക് അത്രയും ഹാപ്പി ആയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തി കൊടുത്ത് അവരുടെ ഇഷ്ടം അനുസരിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷെ പോകെ പോകെ ഇവരുടെ ഒരു അധികാരഭാവത്തിലുള്ള ഒരു ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണ് പിന്നീട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദ്യത്തെ സമയം എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുവാണെന്നുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായ ഒരു സമയം. അപ്പൊ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തും സഹിച്ചും ആ ഒരു സ്നേഹത്തിൽ പോകുന്ന ഒരവസ്ഥ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ സാധിച്ചു കൊടുക്കുകയും അവർ പറയുന്ന അനുസരിച്ച് നിൽക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ പിന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. തേർഡ് പാർട്ടിയുടെ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ മുന്നോട്ടേക്ക് പോകവെയാണ് ഇവർക്കിടയിൽ ചില രീതിയിലുള്ള വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഇവർ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു യഥാർത്ഥ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല തനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. താൻ ഒരു ചീറ്റിങ്ങിലാണ് അകപ്പെട്ട് പോയിരിക്കുന്നത്. തനിക്ക് അബദ്ധം പറ്റിയതാണെന്നൊരു തിരിച്ചറിവ്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പ്. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ജഗ്ലിംഗ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എത്രയും വേഗം ഓടി ഒളിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക. രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അവർക്ക് കുറ്റബോധമാണ് അവരെ കൂടുതൽ അലട്ടുന്നത് ഇപ്പൊ. അവർക്ക് നിങ്ങൾക്ക് അടുത്ത് കാണിച്ച ഒരു കാര്യങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അവർ നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് കൊണ്ടായിരിക്കാം അവർ ഒരു ചീറ്റിങ്ങിൽ പെട്ടതെന്നൊരു ചിന്തയൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ വരുന്നുണ്ട്. അവർക്ക് വളരെയധികം കുറ്റബോധവും നഷ്ടബോധവും തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെ ചിന്തിച്ച് നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പുതിയ തുടക്കത്തിന് അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു തുടക്കം വേണമെന്ന് ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു വിഷമം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹത്തിനെ നിങ്ങൾക്ക് എല്ലാ രീതിക്കും ആ ഒരു പ്രകടിതമായിട്ട് തന്നെ തരണം. കാരണം നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ആ ഒരു സ്നേഹപ്രകടനം ആദ്യ സമയത്തിൽ ഉണ്ടായ പോലെ ഒന്നും, അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എത്രത്തോളം ഇവര് ഭയങ്കര ജെനുവിൻ ആയിട്ടാണോ നിന്നത് പിന്നീട് അത്രത്തോളം ഒന്നും ഇവർ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ അവർക്കത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തായിരുന്നു ആ ഒരു സ്നേഹം കാണിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. നിങ്ങൾക്കായിരുന്നു അവരത് പ്രകടിതമായിട്ട് തരേണ്ടിയിരുന്നത്. അവരല്ലാത്ത ഒരു സ്ഥലത്താണല്ലോ കൊടുത്തത് എന്നൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു ടൈമിൽ മനസ്സുകൊണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് പ്രാർത്ഥനാ കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യുക. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തില് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് പറയുമ്പോഴേക്കും അവരുടെ ഈ ഒരു ബന്ധത്തിലെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും ഇവർക്ക് ഫ്രീഡം എന്ന് പറയുന്നത് വളരെയധികം നിർബന്ധമുള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. ഈ ഒരു ഫ്രീഡം ഇവർക്ക് നഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലത്ത് ഇവർക്ക് നിൽക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ പുതിയൊരു സൈക്കിൾ അല്ലെങ്കിൽ എത്രയും വേഗം ഒരു ഫാസ്റ്റ് ചേഞ്ചിന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ന്യൂ ഡയറക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഒരു ന്യൂ ഡയറക്ഷൻ കണ്ടെത്തി അവിടേക്ക് ചലിച്ച് മാറുക. ഒരു പുതിയ സൈക്കിൾ തന്റെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞുവാണെന്നുണ്ടെങ്കിൽ ഇനിയും ലോസ് ആണ് വന്നിരിക്കുന്നത്. ഇനിയും തനിക്ക് ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മിസ്സിംഗ് സമ്മൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ അവർക്ക് അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ഒരു ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധത്തിൽ ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളെയും നഷ്ടപ്പെട്ടു, അവരുടെ ഐഡന്റിറ്റിയും നഷ്ടപ്പെട്ടു, എല്ലാ രീതിക്കും ലോസ് മാത്രം. ഒരു രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു സെൽഫ് ആയിട്ടുള്ള കെയർ ചെയ്തിട്ട് ആ ഒരു എനർജി തന്റെ സ്വയം എനർജി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചേഞ്ച് കണ്ടെത്തി ന്യൂ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ഹൈ എനർജിയിൽ നിന്നിരുന്ന നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ഒരു ലോ എനർജിയിലേക്ക് അവർ അകപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് പോലും അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയും വേഗം ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. റീചാർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മനസ്സിനെ തന്നെ റീചാർജ് ചെയ്തിട്ട് ആ ഒരു പവറിലേക്ക് എത്തി ഇവിടെ നിന്ന് എത്രയും വേഗം പുറത്തേക്ക് ചാടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈമോടൊപ്പം തന്നെ താനും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ തനിക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്. ഇവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു ഓർമ്മകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്കൊരു ഡ്രീം ആയിട്ട് ഇവരുടെ മൈൻഡിലേക്ക് എത്തുന്നുണ്ട്. ടെലിപതി കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ എത്രത്തോളം ബോണ്ടിങ് ഉള്ളതാണോ അതനുസരിച്ച് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു വൈബ്രേഷൻസ്, അതിൻ്റെതായ ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്കും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം അത്രത്തോളം ഇവർ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാവിധ യൂണിവേഴ്സൽ സപ്പോർട്ടിനെയും വേണ്ടിയിട്ട് കൂട്ടുപിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവർ പ്രാർത്ഥന, വിശ്വാസം കാര്യങ്ങളൊന്നും അത്രത്തോളം ഇല്ലാതിരുന്ന ഒരു വ്യക്തികളാണ്. എന്നാൽ ഈ ഒരു ടൈമിൽ ഇവരുടെ ലൈഫിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പൊ ഇവർക്ക് കുറെ കാര്യങ്ങളിലൊക്കെ വിശ്വാസം വന്നിട്ടുണ്ട്. അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ഇവർക്ക് അതിനൊക്കെ ഒരു വിശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. താൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തനിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇവർ യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇവർ ഒരുപാട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീയൂണിയൻ വേണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സോൾമേറ്റ് എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനുള്ള ബന്ധം തന്നെയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരിക്കലും വിട്ടു പോവാത്തൊരു ബന്ധം. ഇടയ്ക്കിടയ്ക്കൊക്കെ വിട്ടു പോയി എന്ന് പറഞ്ഞാലും വീണ്ടും നിങ്ങൾ ഇതിലേക്ക് തന്നെ എത്തും. ഈ ഒരു പേഴ്സൺ ഇതിലേക്ക് തന്നെ എത്തും. അപ്പൊ ഇവർ ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് പ്രപ്പോസൽ ആണ്. നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു സ്ട്രക്ചർ കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വിവാഹം കഴിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു പ്ലാനിങ്ങിലൊക്കെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു പേഴ്സൺ പോയത്, നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവർ again തിരിച്ചു വരിക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസൽ ആയിട്ട് വരാനായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിലും അതിന് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ള ബന്ധമാണോ ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഈ ഒരു ബന്ധത്തിനെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് കരുതി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണോ അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രശ്നം വന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്തെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന അതേ ഒരു രീതിയിലേക്ക് തന്നെ ആ ഒരു സ്ട്രക്ചറിലേക്ക് ആ ഒരു ഫൗണ്ടേഷൻ തന്നെ ഒന്നുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരുപാട് റെസ്പെക്ട് തോന്നുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ക്യാരക്ടറാണ് ഇവർ കാണിച്ചത്. ഒരു ജഗ്ലിംഗ് സ്റ്റേജ് കാണിച്ചിട്ട് പോയ വ്യക്തികളാണ്. അതായത് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന സ്വഭാവം കാണിച്ച പേഴ്സൺ. പക്ഷെ ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് ഇവർ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ.
നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഇവരുടെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പോകാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾക്ക് വാല്യൂ നൽകിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് ഒരു ഹൈ എനർജിയിലേക്ക് വന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണല്ലോ എന്നുള്ളത് പുറത്തു നിന്ന് ഇപ്പോൾ ഇവർ കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടബോധവും തോന്നുന്നുണ്ട്. നിങ്ങളെയാണല്ലോ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്നുള്ളത്. ഇത് ഇവര് ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവരെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഫ്ലോയിൽ വരുമ്പോഴും ഇവർ മാനസികപരമായിട്ട് ഒരുപാട് തയ്യാറെടുക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഒരു ഘടന വേണമെന്നൊക്കെ ഒരു ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണിത്. അപ്പൊ ഈ ഒരു ജഗ്ലിംഗ് സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ട്രൈങ് ടു ബാലൻസ് ആ കാണിച്ചിരിക്കുന്നത്. ബാലൻസിംഗിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഒരു ട്രൈ ചെയ്യുകയാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണം. ഈ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇനി മുന്നോട്ടേക്ക് എത്തിക്കണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടേതായ ഒരു ഫീലിങ്സ് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്താണോ അനുഭവിക്കുന്ന ആ ഒരു ഫീൽ അത് ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരിലേക്ക് പലപ്പോഴും എത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഹൈ എനർജി ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. റിന്യൂവൽ ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂ ലൈഫും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം. അവരുടെ ഒരു സൈക്കിൾ ചക്രയൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് അവർ ഇപ്പോഴാണ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. ഫുൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് കയറിയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ചക്രാസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഇവർ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ന്യൂ സ്റ്റാർട്ട് ഇവരുടെ ലൈഫിൽ വേണമെന്ന് ഇവരായിട്ട് തന്നെ ഡിസിഷൻ എടുത്തിരിക്കുന്നു. ട്രൂത്ത് ഇവരെല്ലാ വിധ കാര്യങ്ങളും ഇവരുടെ മുന്നിലേക്ക് സീയിങ് ദ ട്രൂത്ത് ആണ്. സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ മറ്റു പല വ്യക്തികളുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇവരായിട്ട് തന്നെ ഇവരുടെ കൺമുൻപിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവ് ഇവരെ ഹോണസ്റ്റിയാണ് സത്യസന്ധമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ ഇതിൽ എടുത്തിട്ട് കമ്മ്യൂണിക്കേഷനും വന്നിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ 4 വർത്തമാനം പറഞ്ഞിട്ട് തന്നെ പോരുക എന്നുള്ള രീതി. അതായത് സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുത്ത് താനൊന്ന് സ്ട്രോങ് ആയതിനു ശേഷം ഇവിടെ നിന്ന് എത്രയും വേഗം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഇവിടെ നിന്ന് മാറി പോരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. എല്ലാ രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടിംഗ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള ഒരു മനോഭാവം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് എന്ത് രീതിക്ക് അപ്പോളജി ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് സത്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കടക്കാമെന്ന് ഇവർ ഒത്തിരി മനസ്സുകൊണ്ടിട്ട് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ചക്രാസ് എല്ലാം ഓപ്പൺ ആയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവർക്ക് ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന സമയത്ത് ഇവർക്ക് അത്രത്തോളം ഒക്കെ ആദ്യ കാലങ്ങളിലെ പോലെ ഈ ഒരു തേർഡ് പാർട്ടിയും കൂടെ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുകയില്ല. ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. എന്തിനാണ് ഇവരുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഒരു പേഴ്സന്റെ അടുത്ത് ശ്രമിച്ചിട്ടും ഉണ്ടായിരിക്കാം. അന്നൊന്നും ഇവരത് കേട്ട് ഒരു മൈൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും അവരുടെ ഒരു പഞ്ചാര വാക്കുകളിലും കാര്യങ്ങളിലൊക്കെ ഇവർ വീണ് പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ അട്രാക്റ്റ് ആയി പോയ വ്യക്തികളാണ്. അപ്പൊ എന്ത് രീതിയിൽ ഇവർ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇവർ അവിടെ പോയി അനുഭവിച്ച് കുറെ കാര്യങ്ങൾ സഫർ ചെയ്തു. ആ ഒരു കാര്യങ്ങളെല്ലാം വന്നപ്പോഴേക്കുമാണ് ഇപ്പൊ ഇവരുടെ ഒരു മൈൻഡ് തോട്ട്സ് എല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവരുടെ ഉള്ളിലേക്ക് ഒരു റൊമാൻസ് ഒക്കെ വീണ്ടും കടന്നു വരികയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഇവരുടെ ഉള്ളിലേക്ക് ആ ഒരു പഴയ സ്നേഹം, ആ ഒരു അട്രാക്ഷൻ, ആ ഒരു റൊമാൻസ് എല്ലാം തന്നെ ഇവരുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഇനി ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വെക്കരുത് എന്നുള്ളത് ഇവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് നോക്കിയിട്ട് ഇവർ ആ ഒരു സോൾ ഗ്രോത്ത് ആഗ്രഹിച്ചിട്ട് സോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയും ഈ ഒരു പേഴ്സന്റെയും ആ ഒരു സോൾ ഗ്രോത്ത് ആഗ്രഹിച്ചിട്ട് എല്ലാ നെഗറ്റീവ്സിനെയും ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ലെറ്റ് ഗോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവർ എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ലെറ്റിംഗ് ഗോ ചെയ്തിട്ട് അവിടെ എല്ലാ രീതിക്കും എൻഡ് ചെയ്തതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചിട്ട് അത്രയും പവറോട് കൂടി തന്നെ അത്രയും ഇവർ ആർജിച്ചെടുത്തിരിക്കുന്ന ആ ഒരു പവറോട് കൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഇവരുടെ ഒരു ഡെസ്റ്റിനി
ആണ് എന്നൊരു തിരിച്ചറിവ് ഇവരിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ ഒരു ഡെസ്റ്റിനി, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ യാത്രയാണ്. നിങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് പോകേണ്ട വ്യക്തികളാണ്. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളോടുള്ള ഒരു മനോഭാവം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും ആകെപ്പാടെ ചളകൊളമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എത്രയും വേഗം അവിടെ നിന്ന് ചാടി പോരണം എന്നൊരു ചിന്ത തന്നെയാണ് ഇവർക്കുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഒരു മനോഭാവം വെച്ചിരിക്കുന്നതും ആ ഒരു തേർഡ് സിറ്റുവേഷന്റെ കാര്യത്തിൽ അവർ എടുത്തിരിക്കുന്ന ഒരു രീതികൾ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ലെവൽ നിൽക്കുന്നതും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ഫോർട്ടി എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 4 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ഏരീസ് വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ, ആലപ്പുഴ, വയനാട്, 32, ജെമിനി വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഏരീസ് എഗെയിൻ വന്നിട്ടുണ്ട്, പി എഗെയിൻ വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് കുറെ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അതൊക്കെ നോട്ടീസ് ചെയ്യുക. എറണാകുളം, ബി എന്നൊരു ലെറ്റർ, 36, എം എന്നൊരു ലെറ്റർ, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. എ എന്നൊരു ലെറ്റർ, അനിഴം, 1990, 1988, ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എം അഗൈൻ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, കൊല്ലം വന്നിട്ടുണ്ട്, 31, 1993 വന്നിട്ടുണ്ട്, 42 വന്നിട്ടുണ്ട്, ഒക്ടോബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ, ഓ എന്നൊരു ലെറ്റർ, അക്വേറിയസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവാതിരയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ്, അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.